ഇന്നത്തെ കാലാവസ്ഥ കൂടി നോക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ദിറാർ, ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അനുസരിച്ച് കാലവർഷം വൈകി മാത്രമേ കേരളത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ ഈ വേനൽ മഴ അത് കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പുകളില്ല. വരും ദിവസങ്ങളിലെ മഴ ഏത് രീതിയിലാണ്? അതോടൊപ്പം തന്നെ ഈ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുണ്ടോ? പ്രജിൻ, അമൃത, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാലവർഷം കേരളത്തിൽ എത്തിയിട്ടില്ല. എന്നാലും വേനൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല എങ്കിലും നാളെ ഈ പറഞ്ഞ പോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമൊക്കെ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ജില്ലകളിലുള്ളവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാലവർഷം ഈ മാസം 26-ന് എത്തുമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും വൈകുകയാണ്. ഇപ്പോൾ ഈ മാസം അവസാനത്തോടെയും ജൂൺ മാസത്തിന്റെ തുടക്കത്തിലും ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ്. പിന്നെ അതുകൂടാതെ ഈ സമുദ്രങ്ങളിൽ, ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൂടി ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ പല സമുദ്രഭാഗങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഈ ട്രോളിംഗ് നിരോധനം, ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ഈ ജൂൺ 9-ാം തീയതി അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെയാണ് നീണ്ടു നിൽക്കുക. മന്ത്രി അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ ഈ മത്സ്യത്തിന്റെ പ്രജനന സമയത്തും അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുന്ന ട്രോളിംഗ് നിരോധനമാണ് ജൂൺ 9 മുതൽ ആരംഭിക്കുക. ഏതായാലും ഈ പറയുന്നത് പോലെ മത്സ്യബന്ധന തൊഴിലാളികൾ ഏതായാലും കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രജിൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.